റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ പ്രഖ്യാപിച്ച 25% അധിക തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ഇന്ത്യക്ക് മേൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു, വാങ്ങുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ ഇന്ത്യക്ക് മേൽ നിലവിലുള്ള 25% തീരുവയ്ക്ക് പുറമെ 25% കൂടി അധിക തീരുവ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടന്നെങ്കിലും അത് ഫലം കണ്ടിരുന്നില്ല. കാരണം ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരുന്നു കൃത്യമായി തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട ഈ തീരുവ വർധനവുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 9 മണി മുതൽ തന്നെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ളതിന് പുറമെ 25% കൂടി നികുതി നൽകേണ്ടി വരും, ഇറക്കുമതി തീരുവ നൽകേണ്ടി വരും. അതായത് 50% ഇനി ഉൽപ്പന്നങ്ങൾക്ക് വരുന്ന ഒരു വർധനം എന്ന് പറയുന്നത്. ഏതാണ്ട് 4.21 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിക്കാണ് ഈ വർധനവ് ബാധകമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ ഫുഡ് വെയറുകൾ, ചെമ്മീൻ, അതുപോലെ തന്നെ ആഭരണങ്ങൾ, ഹോം ഡെക്കറേഷൻ, രാസവസ്തുക്കൾ, പ്ലാസ്റ്റിക്, മെഷീനറി, സുഗന്ധവ്യഞ്ജനങ്ങൾ, തേയില, കാപ്പി തുടങ്ങിയ കയറ്റുമതികൾക്കാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഈ സാധനങ്ങളാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലേക്കാണ് ഇന്ത്യയുടെ വസ്ത്ര രംഗത്തു നിന്നുള്ള ഏറ്റവും വലിയ കയറ്റുമതി നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്ഥാപനങ്ങളടക്കം അമേരിക്കയിലേക്ക് വലിയ രീതിയിൽ കയറ്റുമതി നടത്തുന്നുണ്ട്. തുണിത്തരങ്ങൾ, അതുപോലെ തന്നെയാണ് ചെമ്മീൻ ഒരു പ്രധാനപ്പെട്ട ഒരു കയറ്റുമതി നടത്തുന്ന ഉൽപ്പന്നമാണ്. അതുപോലെ തന്നെ ഈ രാസവസ്തുക്കൾ, അതുപോലെ തന്നെ തേയില, നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളടക്കം അമേരിക്കയിലേക്ക് കയറ്റുമതി നടത്തുന്നുണ്ട്. ഇവയെല്ലാം ഈ തീരുവ വർധനവ് ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഇന്ത്യ ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ, കേന്ദ്ര വിദേശകാര്യമന്ത്രി അടക്കമുള്ളവരുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ഇന്നലെ ഡൽഹിയിൽ ചേർന്നിരുന്നു. ഏതായാലും ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ അത് സംബന്ധിച്ച് അമേരിക്ക ഔദ്യോഗികമായൊരു നോട്ടീസും പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് കയറ്റുമതിയെ വലിയ രീതിയിൽ ബാധിക്കും, അത് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ട്രംപുമായി ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. മറ്റൊന്നുള്ളത്, ചൈനയ്ക്കും അതുപോലെ തന്നെ വിയറ്റ്നാമിനുമൊക്കെ നികുതി കുറവാണ്. ചൈനയ്ക്ക് നിലവിൽ 30% ഉള്ളത്. ആ 30% അടക്കം കുറയുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെക്കാൾ വിൽപ്പന അത്തരം ഈ ചൈനയുടെയും അതുപോലെ തന്നെ വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യവും കൂടി ഉണ്ട്. ഏതായാലും വളരെ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ തന്നെ സാരമായി ബാധിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ഈ നികുതി വർധനവിലൂടെ പ്രാബല്യത്തിലേക്ക് വരികയും ചെയ്യുന്നത്. ശരി, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ പ്രഖ്യാപിച്ച 25% അധിക തീരുവയാണ് ഇന്നു മുതൽ പ്രാബല്യത്തിലെത്തുക. ആന്റണി ജിസ്റ്റോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.